കൂടി സ്വാഗതം. രാവിലെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോൾ എന്ന് ന്യൂസ് ചെയ്യണമെന്ന് ആൾക്കാർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഒരു ചെറിയ ലൈവ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം മുമ്പ് പള്ളിത്തെരുവിൽ കുറച്ച് കുട്ടികൾ ഓടയിലേക്ക് അടവ് കാരണത്താൽ വെള്ളം പോകാതെ നിന്ന് അതിശയം അവരുടെ പ്രയത്നം കൊണ്ട് ആ ഓടയിലെ വെള്ളം തീർന്നു, റോഡ് ബ്ലോക്ക് ഇല്ലാതായി. എന്നാൽ ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. കുമരിച്ചന്തയിലെ മേൽപ്പാലം ഇതിന്റെ പണി ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്ന അതിന്റെ സാങ്ഷന് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് ഇതിന്റെ സമരസമിതി. അതെന്തായാലും തൂണുകളിൽ തന്നെ പാലം തരും. എന്നാൽ ഇത് അടച്ചിട്ടത് കാരണത്താൽ ഇപ്പോൾ ആളുകൾ ആശ്രയിക്കുന്നത് സർവീസ് റോഡാണ്. എന്നാൽ കോർദോവയ്ക്ക് മുമ്പുള്ള സർവീസ് റോഡ് ഇപ്പോൾ വെള്ളക്കെട്ട് കാരണത്താൽ കാൽനട യാത്രക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. ഇനി സ്കൂൾ തുറക്കുമ്പോൾ കൂടുതലും ആശ്രയിക്കുന്നത് ഈ റോഡാണ്. എങ്കിൽ ഏതവസ്ഥയിലായിരിക്കും? എന്നാലും ജനങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതിന് ചെറിയ ലൈവ് എന്ന് പ്രേക്ഷകരെ കാണിക്കുകയാണ്. നിങ്ങൾ അതൊന്ന് പരമാവധി ഷെയർ ചെയ്യണം. അധികാരികൾ കാണേണ്ടതുണ്ട്. ഹൈവേ അതോറിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും ഇടപെട്ട് തന്നെ ഈ വെള്ളം ഇവിടെ നിന്ന് ഈ കെട്ട് മാറി ഓടയിലൂടെ ഒഴുകാനുള്ള സമൃദ്ധമായി ഒഴുകാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. ഇല്ല എങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കുമരിച്ചന്ത പാലത്തിന് പിന്നിലാണ് പണി നടക്കുന്നത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ പണിക്ക് വേണ്ടി ആവശ്യമായ മെറ്റലും അതോടൊപ്പം തന്നെ മണ്ണും എല്ലാം ഇറക്കിയിട്ടുണ്ട്. ഇവിടേക്ക് ആളുകൾ ജോക്കി നടക്കുന്ന സ്ഥലമാണ്. ഇതിനൊക്കെ ജോഗിങ് എല്ലാം ഇവിടെയാണ് അവർ നോക്കുന്നത്. ഈ റോഡ് ഇപ്പോൾ താൽക്കാലികമായി അടച്ചിട്ടേക്കാണ്. പിന്നെ ആശ്രയിക്കുന്നത് ഈ ഒരു സർവീസ് റോഡാണ്. ഈ സർവീസ് റോഡിലാണ് ഇപ്പോൾ വെള്ളം ഓടിപ്പോകാൻ വേണ്ടിയുള്ള ഓടകൾ നിർമ്മിച്ചു. ആ ഓടകൾ വഴി വെള്ളം ഒഴുകി പോകേണ്ടതാണ്. പക്ഷേ ഈ വെള്ളം ഒഴുകി പോകുന്നില്ല. ഇപ്പോൾ വെള്ളക്കെട്ട് അല്പം ശമനമാണെങ്കിലും ഇന്ന് മഴ വലുതായിട്ട് പെയ്തില്ല എങ്കിലും ഇത്രമാത്രം വെള്ളം ഇതേപോലെ കെട്ടിക്കിടക്കാനും ഇന്ന് രാവിലെയും ഇതുവഴി പോയ സ്ത്രീകൾ മത്സ്യബന്ധനത്തിൽ പോയവരൊക്കെ വീണു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ വെള്ളക്കെട്ട് കാരണത്താൽ വാഹനം ഓഫായി പോയിട്ടുണ്ട്. കാരണം ഒരേ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനം വരുന്നത് കാരണത്താൽ ചിലപ്പോൾ ഈ ഇരുചക്ര വാഹനങ്ങൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വാഹനം ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ആ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഈ പറഞ്ഞ പുകക്കുഴൽ വഴി വെള്ളം അകത്ത് കയറുകയും അങ്ങനെ വാഹനം ഓഫായി പോവുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇതാണ് ഓട. ഈ ഓടയിലൂടെ വെള്ളം അകത്തേക്ക് കയറുന്നില്ല എന്നുള്ളതാണ്. ഇതിന് കാരണം പറയുന്നത് ഈ പണിക്ക് വേണ്ടി ഇറക്കിയിട്ട ഈ പറഞ്ഞ മണ്ണ്, ഈ മണ്ണ് വെള്ളത്തിൽ ഒലിച്ച് നേരെ വെള്ളം വഴി ഒഴുകി ഇതിനകത്തേക്ക് ഇറങ്ങുന്നു. അത് കാരണത്താൽ വെള്ളം പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ മഴ ശക്തമായി വരുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണേണ്ടതാണ്. കാരണം ഇതുവഴിയാണ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ യാത്ര പോകേണ്ടത്. കാരണം മെയിൻ റോഡ് 66 ഈ പണിയുടെ കാരണമായി അടച്ചത് കൊണ്ട് തന്നെ ഇനി ആശ്രയിക്കുന്നത് ഈ ഒരു സർവീസ് റോഡാണ്. എല്ലാം വെള്ളക്കെട്ടാണ്. ഇതുവഴിയാണ് വാഹനങ്ങളൊക്കെ പോകേണ്ടത്. ഇവിടെയാണ് ഈ വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായി കിടക്കുന്നത്. മേൽപ്പാലം അത് തൂണുകളിൽ വരണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സമരസമിതിയുടെ സമരവുമായി ബന്ധപ്പെട്ടും ഹർജിയുടെ അടിസ്ഥാനത്തിലും MP കൂടിയായ ശശി തരൂർ അതിനുവേണ്ടിയുള്ള സാങ്ഷൻ ഓക്കെയാക്കി. ഇത് 20 മീറ്ററാണ് ഇപ്പോൾ സാങ്ഷൻ ആയിട്ടുള്ളത്. അതിന് 30 മീറ്റർ വേണമെന്നുള്ളൊരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വർക്കിലാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ റോഡ് ഇപ്പോൾ താൽക്കാലികമായി പണി നടക്കുന്നില്ല, അടച്ചിട്ടേക്കുകയാണ്. പണി ഇപ്പോൾ 1 മാസമേ അടച്ചിരിക്കുകയാണ്. പക്ഷേ സ്കൂൾ തുറക്കുമ്പോൾ സ്വാഭാവികമായും ഒന്നുകിൽ ഈ കുമരിച്ചന്തയ്ക്ക് മുമ്പിലുള്ള റോഡ് തുറന്നു കൊടുക്കുക, പരുത്തിക്കുടി റോഡ് തുറന്നു കൊടുക്കുക, വാഹനങ്ങൾ കടന്നു പോകട്ടെ സുഖമായി. കാരണം ഇല്ല എങ്കിൽ കൃത്യസമയത്ത് സ്കൂളിൽ എത്താതാകും. അത് കാരണത്താൽ സ്കൂളിലെ പിഴ അടയ്ക്കേണ്ടി വരും വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ ഓഫീസുകളിലേക്ക് ജോലിക്ക് പോകുന്നവർ അവരുടെ ഓണർഷിപ്പിലുള്ള മുതലാളിമാരുടെ ചീത്ത കേൾക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രയാസങ്ങളും ഇതുവഴി ഉണ്ടാകുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇതേപോലുള്ള സർവീസ് റോഡുകൾ മുമ്പ് പരുത്തിക്കുടി പള്ളിത്തെരുവിന് മുമ്പിൽ പള്ളിയുടെ മുമ്പിലായിരുന്നു. അതിൻ്റെ വെള്ളക്കെട്ടാണ് നമ്മൾ മുമ്പ് ടെലികാസ്റ്റ് ചെയ്തത്. അതോടൊപ്പം തന്നെ മുട്ടത്തറ ഗണപതി ക്ഷേത്രം, എനിക്ക് പേര് കൃത്യമായി ഓർമ്മ വരുന്നില്ല. മുട്ടത്തറ സാധാരണ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. ബിവറേജിൻ്റെ മുമ്പിലുള്ള വെള്ളക്കെട്ട് അവിടെയും ഇതേപോലെ അവസ്ഥയാണ്. ഇന്നലെയൊക്കെ ക്ഷേത്രത്തിനകത്തേക്ക് വെള്ളം കയറിയതായിട്ടാണ് അറിയാൻ സാധിച്ചത്. അത് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം നമുക്ക് മലയാള ജനതാ ന്യൂസ് വഴി ഒന്ന് ടെലികാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ റോഡ് അടച്ചിട്ടത് കാരണത്താൽ സർവീസ് റോഡിലെ ഈ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായിരിക്കണം. ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പണി എന്തായാലും സാങ്ഷനായി വരാൻ ഇനിയും 1 മാസം എടുക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ സ്കൂൾ 2-ാം തീയതി തുറക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. തൊട്ടടുത്താണ് കോർദോവ സ്കൂൾ. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ പണി ആരംഭിക്കുന്നത് വരെ ഈ ഒരു റോഡ് തുറന്നു കൊടുക്കുക.
അല്ലെങ്കിൽ ഈ സർവീസ് റോഡിലുള്ള വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ വഴിയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ അതോടൊപ്പം തന്നെ വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്ന സാധനം ഇതൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്താൽ തീർച്ചയായും സുഗമമായ ആൾക്കാർക്ക് നടന്ന് യാത്ര പോകാൻ സാധിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതായതാണ് പണി കട്ടകൾ ഇറക്കിയിട്ടുണ്ട്. പണി നിർത്തി വെച്ചിരിക്കുകയാണ്. ഒരു മാസമായി ഇവിടെ പണിയേ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അധികാരികൾ ഇത് കാണേണ്ടതുണ്ട്. വലിയ ഗതാഗത കുരുക്കുണ്ടാവുകയും ഈ ഒരു പ്രദേശം സ്തംഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ താൽക്കാലികമായെങ്കിലും ഈ ഒരു പാത സർക്കാർ തുറന്നു കൊടുക്കണം. അല്ല എങ്കിൽ ബാരിക്കേഡ് വെച്ച് കുമരച്ചന്തയിലെ ബാരിക്കേഡുകൾ വെച്ച് അടച്ചിക്കുന്നതും അത് തുറന്നു കൊടുത്താൽ സുഗമമായി യാത്ര ചെയ്യാൻ സാധിക്കും. എന്തായാലും മലയാള ജനതാ ന്യൂസ് വഴി ജനങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് നമുക്ക് എടുക്കേണ്ടതിന് എന്താണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് എന്തായാലും നോക്കാം. അത് പുതിയൊരു എപ്പിസോഡ് നമുക്ക് എന്തായാലും ടെലികാസ്റ്റ് ഇത് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം. ബ്ലോക്ക് ആകാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകാൻ സർക്കാർ ഹൈവേ അതോറിറ്റി കാണട്ടെ. ഇതേപോലെ കുറച്ച് കഴിഞ്ഞാൽ നല്ല റഷായിരിക്കും. ഒരുപാട് വാഹനങ്ങൾ ഇതുവഴി വരും. ആ സമയത്ത് ടൂ വീലർ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകും. അതായത് നിങ്ങൾക്കും മലയാള ജനതാ ന്യൂസുമായി ബന്ധപ്പെടാം. എവിടെയെങ്കിലും വെള്ളക്കെട്ടും അതോടൊപ്പം തന്നെ ദുരിതം അനുഭവിക്കുന്ന ഉണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഞങ്ങളും എത്താം. പരമാവധി അത് ടെലികാസ്റ്റ് ചെയ്യാം. എന്തായാലും പ്രേക്ഷകരുടെ ഷെയറിങ്ങും നിങ്ങളുടെ സപ്പോർട്ടിങ്ങുമാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് തന്നെ മലയാള ജനതാ ന്യൂസിന്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തതുപോലെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റ്സുകൾ അറിയിക്കുക. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിട. ബൈ.